അപ്പൊ ഇന്ന് നമുക്ക് S1 മാത്സിന്റെ സീക്വൻസ് ആൻഡ് സീരീസ് തുടങ്ങാം. അപ്പം മൊഡ്യൂൾ 4 ആണ്. അപ്പം ഈ മൊഡ്യൂള് നമുക്ക് കുറച്ചൊരു സെറ്റ് ഓഫ് ഇക്വേഷൻസ് ഉണ്ട്, അതിലോട്ട് നേരിട്ട് നമ്മൾ ഇടുന്ന് ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ആൻസേഴ്സ് കിട്ടും. ആൻഡ് എന്നാ പറയുന്നത്, നമുക്ക് ഭയങ്കര ഹെവി ആയിട്ടുള്ള വർക്ക് വരാണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്, ഈസിലി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണ്. അപ്പം നമുക്ക് നോക്കാം. സീക്വൻസ് എന്ന് പറയുമ്പോൾ എന്നാ, ഒരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് അറേഞ്ച്ഡ് ഇൻ ഡെഫിനിറ്റ് ഓർഡർ. സീക്വൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് രീതിയിൽ എഴുതുന്നത്, A1 A2 A3 A4 അങ്ങനെ AN വരെ ഉണ്ട്. പിന്നെ AN+1 AN+2 അങ്ങനെ അങ്ങനെ കുറെ ഉണ്ട്. അപ്പം A എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനറൽ ടേം അല്ലെങ്കിൽ ഒരു nth ടേം ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മുടെ ഒരു എക്സാമ്പിൾ സീക്വൻസ് എന്ന് പറയുന്നത് AN is equal to 1/n. അപ്പം A0 എന്ന് പറയും, A1 എന്ന് പറയുമ്പോൾ 1/1 എന്ന് പറയുമ്പോൾ 1, A2 എന്ന് പറയുമ്പോൾ 1/2, A3 എന്ന് പറയുമ്പോൾ 1/3, A4 എന്ന് പറയുമ്പോൾ 1/4 അങ്ങനെ അങ്ങനെ പോകുന്നു. ഇനി അതുപോലെ തന്നെ വേറെ സാമ്പിൾ ആണ് ഇത്. അപ്പൊ ഇതിലോട്ട് നമ്മളിപ്പം എന്റെ സ്ഥലത്ത് 1 ഇടുമ്പോൾ അപ്പൊ ഇവിടെ നമ്മൾ 1 ആക്കുന്നു, 2 വരുമ്പോൾ 2 ആക്കുന്നു, 3 വരുമ്പോൾ 3 ആക്കുന്നു. അത്രേ ഉള്ളൂ നമ്മുടെ സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പം ഒരു സീക്വൻസ് കൺവേർജ് ചെയ്യുവോ ഇല്ലയോ എന്ന് എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. അപ്പം ഒരു സീക്വൻസ് AN കൺവെർജന്റ് ആണെങ്കിൽ അത് ഒരു ഫൈനൈറ്റ് നമ്പറിലോട്ട് ഒതുങ്ങും, അല്ലാണ്ട് ആ ഒരു ഇൻഫിനിറ്റ് ഇതിലോട്ട് പോകത്തില്ല. അതേ സമയത്ത് ഒരു സീരീസ് ഡൈവർജന്റ് ആണെങ്കിൽ അത് ആ ഒരു ഇൻഫിനിറ്റിയിലോട്ട് പോകാനുള്ള ടെൻഡൻസി ആയിരിക്കും കൂടുതലും. അപ്പം ഈ 1/∞ അത് ഡൈവർജന്റ് ആണോ കൺവെർജന്റ് ആണോ എന്ന് ചോദിച്ചാൽ കൺവെർജന്റ് ആണ്, ബിക്കോസ് 1/∞ ഈസ് ഓൾവേസ് ഈക്വൽ ടു 0. അതേ സമയത്ത് ഇപ്പൊ ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഡൈവർജന്റ് ആണോ കൺവെർജന്റ് ആണോ എന്ന് ചോദിച്ചാൽ അത് എപ്പോഴും ഡൈവർജന്റ് ആണ്. കാരണം അത് എന്നാ, നമുക്ക് ഒരു തീരുന്നില്ല, അത്രേ ഉള്ളൂ. കൺവെർജന്റും ഡൈവർജന്റും. അപ്പൊ ഇത് 3 മാർക്സിന് ചോദിക്കാറുള്ളത്, ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഇത് കൺവെർജന്റ് ആണോ ഡൈവർജന്റ് ആണോ എന്ന് പറയാം. 7 മാർക്സിനും ചോദിക്കാറുണ്ട്, കുറച്ച് സെറ്റ് ഓഫ് നമ്പർ സീക്വൻസസ് തന്നിട്ട് കൺവെർജന്റ് ആണോ ഡൈവർജന്റ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ പറയും. അപ്പം നമുക്ക് 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂൾസ് ഉണ്ട്, അതെന്നാന്ന് നോക്കാം. ഇഫ് ന്യൂമറേറ്റർ ഗ്രോസ് ലോവർ ദാൻ ഡിനോമിനേറ്റർ എന്ന് പറയുമ്പം നമ്മൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ലിമിറ്റ് n ടു ഇൻഫിനിറ്റിയിൽ 5/n². അപ്പം ഇവിടെ ഇപ്പം 5/n² is equal to 0 ആയിപ്പോവും ഇൻഫിനിറ്റി വരുമ്പം. അപ്പം പിന്നെ ന്യൂമറേറ്റർ ഗ്രോസ് ഫാസ്റ്റർ ദാൻ ലിമിറ്റ് ആണെങ്കിൽ അത് ഡൈവർജന്റ് ആയിരിക്കും. ഇപ്പം n³/2n എടുത്തോ, n നമ്മൾ ഇൻഫിനിറ്റി ഇട്ട് കൊടുക്കുമ്പോൾ എന്നാ വരും, ഇൻഫിനിറ്റി. അതുകൊണ്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചോണം. അടുത്ത് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. അപ്പൊ ഡിറ്റർമൈൻ വെദർ ദ സീക്വൻസ് AN is equal to 3n/n+1 converges. If yes, find its limit. അപ്പം ഇവിടെ നമുക്ക് 3n, നമുക്ക് അതൊന്നുകൂടെ ഒന്ന് എടുത്തെഴുതാം. 3n/n+1 എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ന്യൂമറേറ്ററിൽ നമുക്ക് n-നെ വേണ്ട. അപ്പൊ ഈ n-നെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കോമൺ ആയിട്ട് n എടുത്താൽ n ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ ഈ ന്യൂമറേറ്റർ n പോകത്തില്ല. അപ്പൊ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകൂടെ എടുത്തെഴുതാം. 3n ബൈ ഈ n-നെ നമ്മൾ കോമൺ ആയിട്ട് എടുക്കുവാണേ. അപ്പം n കോമൺ ആയിട്ട്, അപ്പൊ ഇവിടെ 1 പ്ലസ് അടുത്ത ടേം എന്ന് പറയുന്നത്, അപ്പൊ ഇവിടെ നമുക്ക് n ഇല്ല. അപ്പൊ പക്ഷെ നമുക്ക് n-നെ എന്തായാലും പുറത്തോട്ട് എടുക്കണം. അപ്പൊ ഇങ്ങനെ ഉള്ളപ്പം നമുക്ക് ഇവിടെ ന്യൂമറേറ്ററിൽ നിന്നല്ലേ n വേണ്ടി, അപ്പൊ നമ്മൾ ഇവിടെ ഡിനോമിനേറ്ററിന് അവിടെ ഒരു n കൊടുക്കുവാണെങ്കിൽ ആ n-ഉം n-ഉം ക്യാൻസൽ ആയിപ്പോ. എന്ന് വെച്ചാൽ ഇവിടെ 1n/n എന്ന് വരുവാണെങ്കിൽ ഇവിടെ n ഉള്ളതും ഇല്ലാത്തതും തുല്യമല്ലേ. അപ്പം അങ്ങനെയാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഇവിടുത്തെ ഈ n-നെ വെളിയിലോട്ട് എടുത്തു, ഇവിടെ n ഉണ്ട്, ഈ n-നെ നമ്മൾ വെളിയിലോട്ട് എടുത്തു. അപ്പൊ എന്നാ വരുന്നത് 1+1/n എന്ന്. അതാണ് ഇവിടെ വന്നത്. അത് കുറെ പേർക്ക് മനസ്സിലാവാറില്ല ഇങ്ങനെ നേരെ കാണുമ്പോൾ. അപ്പൊ അത് ഇങ്ങനെയാണ് വന്നത്. അപ്പൊ അതെങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഈ n കട്ട് ഔട്ട് ആയിപ്പോയി. അപ്പൊ മിച്ചമുള്ളത് എങ്ങനെയാ, 3/1 + 1/n. അപ്പൊ നമുക്കിവിടെ ലിമിറ്റ് ഇൻഫിനിറ്റി ഇട്ട് നോക്കാം. അപ്പൊ 3/1 + 1/n എന്താവുന്ന ഞാൻ പറഞ്ഞത്, 1/∞ n ആവുന്ന പറഞ്ഞത് 0. അപ്പൊ ഇത് കട്ടായിപ്പോയി. അപ്പം 3/1, അപ്പൊ അതിന്റെ ആൻസർ എന്നാ 3. ഹെൻസ് നമ്മുടെ ലിമിറ്റ് 3 ആണ്. ആൻഡ് ഇത് കൺവേർജ് ചെയ്യും. എന്തുകൊണ്ടാണ്, ഇവിടെ ഇൻഫിനിറ്റി അല്ല വന്നത്, ഇവിടെ ഒരു ലിമിറ്റ് എന്ന് വെച്ചൊരു നമ്പർ എന്ന് വെച്ചാൽ നമുക്ക് അറിയാവുന്ന ഒരു നമ്പറിലോട്ട് എത്തി. അതുകൊണ്ട് കൺവെർജന്റ് ആണ്, കൺവെർജ് ആവും ആ ഒരു സീക്വൻസ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതും കൺവെർജൻസ് ആണോ അല്ലയോ എന്ന് നോക്കുന്നു. അപ്പൊ നമ്മളുടെ AN വന്നിട്ടുണ്ട് -1n/n. അപ്പൊ ഈ -1n/n എന്ന് പറയുന്നത് 1/n തുല്യമാണ്. നമ്മൾ ആ മോഡുലസ് എടുക്കുന്നത്. അപ്പൊ നമ്മളുടെ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ 1/∞ എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. അപ്പം അതിന്റെ അർത്ഥം എന്താണ്, ഇതും കൺവെർജ് ചെയ്യും. ആൻഡ് ഇതിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ നമുക്കിനി അടുത്ത ടോപ്പിക് ഡിസ്കസ് ചെയ്യാം, സീരീസ്. അപ്പം അതിന്റെ നമുക്ക് കൺവെർജൻസും ഡൈവർജൻസും ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ സീരീസ് എന്ന് പറയുമ്പോൾ എന്താ, ഇപ്പൊ നമ്മുടെ സീക്വൻസ് A1 A2 A3 അങ്ങനെ ആണെങ്കിൽ നമ്മുടെ സീരീസ് എന്ന് പറയുന്നത് S is equal to A1 + A2 + A3 പ്ലസ് എന്ന് വെച്ചാൽ ഒരു സം ഓഫ് എ സീക്വൻസ് എന്ന് നമുക്ക് പറയാം. അപ്പൊ നമ്മുടെ nth പാർഷ്യൽ സം എന്ന് പറയുന്നത് എന്താണ്, Sn is equal to A1 + A2 + A3 പ്ലസ് അങ്ങനെ വന്നിട്ട് നമ്മുടെ AN വരെയുള്ള
നമ്പേഴ്സിനെ നമ്മൾ സം എടുക്കുന്നതാണ് നമ്മുടെ എസ് ഓഫ് എൻ. ഇനി നമ്മുടെ സീരീസ് കൺവേർജ് ചെയ്യുവോ ദ പാർഷ്യൽ സംസ് എസ് എൻ ഒരു ഫൈനൈറ്റ് ലിമിറ്റ് എസിലോട്ട് എത്തുവാണെങ്കിൽ, ഇൻ കേസ് എത്തിയില്ലെങ്കിൽ ആ സീരീസ് ഡൈവേർജ് ചെയ്യും. അപ്പൊ നമ്മളുടെ കൺവേർജൻസ് സീരീസും ഡൈവേർജൻസ് സീരീസും നോക്കാം. ഇവിടെ നമുക്ക് കാണാം 1/2, 1/4, 1/8, 1/16 അങ്ങനെ ഒരു 1 വരുന്നുണ്ട്. അപ്പൊ എന്നാ ആ സീരീസ് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഇനി നിൽക്കാൻ ഉദ്ദേശമുണ്ട്. അതേ സമയത്ത് ഡൈവർജൻസ് സീരീസ് ആണെങ്കിലോ ഇവിടെ കണ്ടോ 1+1+1+ അങ്ങനെ 1 പൊക്കോണ്ടിരിക്കുക. അത് ലൈക്ക് എന്നാ സെയിം റെപ്പറ്റേറ്റീവാ. അപ്പൊ അതിനവിടെ നിൽക്കാൻ ഒന്നും ഒരു ഉദ്ദേശമില്ല. അതുപോലെ തന്നെ ഈ സെക്കൻഡ് എക്സാമ്പിൾ ഒന്ന് നോക്കിയാൽ 1+2+3+4+5 അങ്ങനെ 100 വരെയായി, എന്നിട്ട് പിന്നെ 200, 300 അങ്ങനെ പൊക്കോണ്ടിരിക്കുക. അതൊരു ഇൻഫിനിറ്റ് ആണ്. അതിന്റെ ആ ഒരു ഇത് എവിടെ നിൽക്കുന്നതെന്നൊന്നും നമുക്ക് അറിയത്തില്ല. ഹെൻസ് ഇത് രണ്ടും ഡൈവേർജൻസിന്റെ എക്സാമ്പിളാണ്. അപ്പം ഈ ഇത് ഒന്ന് നോട്ട് ചെയ്യണം. അപ്പം കൺവേർജൻസിന്റെ ഒരു നെസസറി കണ്ടീഷൻ ആണ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an ഷുഡ് ബി ഈക്വൽ ടു 0. ഇഫ് n ടേം ഡസ് നോട്ട് ഗോ ടു 0 ദെൻ ദ സീരീസ് ഡൈവേർജ് ആയി പോകും. പിന്നെ സെക്കൻഡ് കണ്ടീഷൻ ആണ് ഇഫ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ സീരീസ് മേ ഓർ മേ നോട്ട് കൺവേർസ് എന്ന് പറയുമ്പോൾ an ഇസ് ഈക്വൽ ടു 1/n ആണെങ്കിൽ 0 പോകും. ബട്ട് സമ്മേഷൻ 1/n ആണെങ്കിൽ അത് ഡൈവേർജസ് ആണ്. അപ്പൊ ഇനി നമുക്ക് കുറച്ച് സോൾവ് പ്രോബ്ലംസിലോട്ട് പോവാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിറ്റർമൈൻ വെദർ ദ സീരീസ് ഇത് കൺവേർജസ് ഓർ ഡൈവേർജസ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഹാർമോണിക് സീരീസ് ആയിട്ട് ഇത് ആദ്യം ഒന്ന് കമ്പയർ ചെയ്യാം. അപ്പൊ ഹാർമോണിക് സീരീസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ സമ്മേഷൻ 1/n ഡൈവേർജസ് എന്നാ. അപ്പം n ഇൻഫിനിറ്റി ആണെങ്കിൽ 1/n+1 ഇസ് ഈക്വൽ ടു 1/n. കാരണം ഇപ്പം 1/∞+1 ഈ ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റാത്ത ഒരു വാല്യൂ ആ. ഓക്കെ, അത് എന്നാ ഇൻഫിനിറ്റാ. അപ്പം അങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂലോട്ട് +1 എന്ന് പറയുമ്പോൾ അതിനൊരു മീനിങ് ഉണ്ടോ? ഇല്ല. സോ 1/n+1 ആക്ട്സ് ആസ് 1/n ഇഫ് ദ വാല്യൂ ഇസ് ഇൻഫിനിറ്റ്. അപ്പം ഇവിടെ നമ്മുടെ n ഇൻഫിനിറ്റിയിൽ വരുമ്പം 1/0 ആവും. എന്ന് പറയുമ്പോൾ എന്നാ അത് കൺവേർജ് ചെയ്യും. അപ്പം അപ്പം പക്ഷെ ഈ നമ്മളുടെ ഈ ഇക്വേഷൻ കണ്ടോ, അത് വെച്ചിട്ട് നമ്മളുടെ ഇക്വേഷൻ ഡൈവേർജസും വരുന്നുണ്ട്. അപ്പൊ ഹാർമോണിക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇത് ഡൈവേർജസ് എന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പം അത്രേ ഉള്ളൂ ആ ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടെസ്റ്റ് ദ കൺവേർജൻസ് ഓഫ് ദ സീരീസ് 3n+2 by 5n+1. അപ്പം ഇതില് നമ്മൾക്ക് n മാറ്റാം. നമ്മൾ ഏറ്റവും ആദ്യം ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത പോലെ. അപ്പൊ അതെങ്ങനെ വരുന്നത് നമുക്ക് നോക്കാം. 3n+2 by 5n+1 എന്നാണ്. അപ്പം നമ്മൾ മേളിലും താഴെയും n കോമൺ ആയിട്ട് എടുക്കണം. അപ്പൊ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ n × 3+2/n വരും. 2/n by n × 5+1/n എന്നും കൂടി വരും. അപ്പം ഈ n കട്ട് ഓഫ് ആയി പോയി കഴിയുമ്പം എന്ത് വരും? ഇതാണ് നമ്മുടെ റിമൈനിങ് ആൻസർ വരുന്നത്. ഇത്രേ ഉള്ളൂ. അപ്പം ഇതില് നമ്മൾ n ഇൻഫിനിറ്റി ഇട്ട് കൊടുക്കുമ്പോൾ ഇത് 0 ആയി പോകും, ഇതും 0 ആയി പോകും. അപ്പം മിച്ചം വരുന്ന എന്നാ 3/5 എന്നാ. അപ്പൊ 3/5 0 അല്ല. അതുകൊണ്ട് ഈ സീരീസ് ഡൈവേർജസ് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ജോമെട്രിക് സീരീസ്. അപ്പൊ ജോമെട്രിക് സീരീസ് എപ്പോഴും ഈ ഒരു ഫോമിലായിരിക്കും. a+ar+ar²+ar³ അങ്ങനെ അങ്ങനെ. എനിക്ക് തോന്നുന്നത് നമ്മുടെ CBC സ്റ്റുഡൻസ് 11th പഠിക്കുന്ന ഒരു ചാപ്റ്ററാ. അപ്പം നമുക്ക് നോക്കാം. നമ്മുടെ a എന്ന് പറയുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ടേം, r എന്ന് പറയുന്നത് കോമൺ റേഷ്യോ. അപ്പൊ 1 + 1 അല്ല വേണ്ട 1+ നമ്മുടെ r 2 ആണെന്ന് വിചാരിച്ചു. അപ്പൊ 2 വരും. നമ്മൾ സെക്കൻഡ് ടേം 1 × 2² എന്ന് പറയുമ്പോൾ 4 വരും. എന്നിട്ട് അടുത്ത് 1 × 3², 2³ 8 വരും. ഇങ്ങനെ പോകും. ഓക്കെ, അപ്പം അതാണ് നമ്മുടെ ഒരു ജോമെട്രിക് സീരീസിന്റെ എക്സ്പ്രഷൻ. അപ്പൊ നമ്മുടെ nth ടേം എന്ന് പറയുമ്പോൾ തന്നെ n is equal to a to the power r into n-1. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഒരു അതിന്റെ കൺവേർജൻസ് എങ്ങനെയാന്ന് നോക്കാം. അപ്പൊ ജോമെട്രിക് സീരീസിൽ r മോഡൽസ് എന്ന് പറയുന്നത് <1 ആണെങ്കിൽ മാത്രമേ കൺവേർജ് ചെയ്യത്തുള്ളൂ. അപ്പം ഇവിടെ സം എന്ന് പറയുന്നത് a/1 - r ആണ്. ഓക്കെ, ഇത് നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു ഇക്വേഷൻ ആണ്. പിന്നെ ജോമെട്രിക് സീരീസ് ഡൈവേർജന്റ് ആവും when r is greater than or equal to 1. അപ്പം ഇതിന്റെയും ആ കൺവേർജൻസ് ഡൈവേർജൻസ് ടെസ്റ്റ് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കണം. അപ്പം നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പൊ 1 + 1/2 + 1/4 + 1/8 അങ്ങനെ പോകുന്നു. അപ്പം ഇവിടെ a എന്ന് പറയുന്നത് എന്താ 1, നമ്മുടെ r എന്ന് പറയുന്നത് എന്താ 1/2. അപ്പൊ നമ്മുടെ സം is equal to 1/1 - 1/2 എന്ന് പറയും. അതാണ്
2. അപ്പൊ ഇതാണ് നമ്മൾ ഇവിടുത്തെ നേരത്തെ ഞാൻ പറഞ്ഞത് ഈ ഇക്വേഷനിലോട്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതേ ഉള്ളൂ, നമുക്ക് ആൻസർ കിട്ടും. നമുക്ക് സെക്കൻഡ് എക്സാമ്പിൾ നോക്കാം. 1 + 2 + 4 + 8 അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ r is equal to എന്താണ്? 2 ആണ്. 2 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 അല്ല, ഐ മീൻ 2 is always greater than 1. അപ്പൊ therefore the series is divergent. ഇപ്പൊ ഇവിടെ 2ന്റെ സ്ഥലത്ത് -1 ആയിരുന്നെങ്കിൽ ആ സീരീസ് കൺവെർജന്റ് ആയിരുന്നേനെ. അപ്പം ഇതാ നേരത്തെ പറഞ്ഞത് തന്നെ ഒരു ഇച്ചിരി ഇമ്പോർട്ടന്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ മോഡുലസ് ആർ ലെസ് ദാൻ 1 ആണെങ്കിൽ കൺവെർജന്റ് ആയിരിക്കും എന്ന് പറയുമ്പോൾ സീറോയിലോട്ടാവും. ഇഫ് മോഡുലസ് ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ സീറോയിലോട്ട് ആവത്തില്ല എന്ന് പറയുമ്പോൾ ഡൈവേർജന്റ് ആയിരിക്കും. അപ്പം ഇനി നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഡിറ്റർമൈൻ വെദർ സീരീസ് സമ്മേഷൻ 3/4 to the power n converges. If it converges, find the sum. അപ്പൊ ഇതിൽ നമുക്ക് എയും ആറും കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ n is equal to 0 ആ ഒരു നമ്മൾ എന്നിന് 0 തൊട്ടുള്ള വാല്യൂ ഇട്ടാണ് നമ്മൾ ആ ജോമെട്രിക്കിന്റെ ഫോമിലോട്ട് എടുക്കുന്നത്. അപ്പൊ 3/4 to the power 0 എന്ന് പറയുന്നത് എന്താ? 1. 3/4 to the power n 1 എന്നാ 3/4. പിന്നെ 3/4 to the power 2, 3, 4 അങ്ങനെ എടുക്കുന്നു. അപ്പൊ നമുക്ക് കൺവേർജൻസിന്റെ കണ്ടീഷൻ എന്നാ? നമ്മുടെ മോഡുലസ് ആർ ലെസ് ദാൻ 1 ആണെങ്കിൽ കൺവേർജ് ചെയ്യും. അപ്പൊ നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ ഇവിടെ ആർ എന്ന് പറയുന്നത് 3/4 അല്ലേ? അപ്പൊ 3/4 ലെസ് ദാൻ 1 ആണോ? ആണല്ലോ. അപ്പം ഈ സീരീസ് കൺവേർജ് ചെയ്യും. അപ്പൊ ഇനി നമുക്ക് സമ്മ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം സമ്മിന്റെ ഇക്വേഷൻ എന്നാ? a/1 - r. അപ്പൊ ഇവിടെ നമ്മുടെ a എന്നാ 1. അപ്പൊ 1/1 - 3/4 എന്താണ്? 4. സോ ഇതാണ് നമ്മളുടെ സമ്മ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് വെദർ ദ സീരീസ് 4 + 2 + 1 + ½ + 1/4 etc. കൺവേർജസ്. ഇഫ് കൺവേർജന്റ് ആണെങ്കിൽ ഇതിന്റെ സമ്മ് കണ്ടുപിടിക്കാം. അപ്പൊ ഇതിൽ നമുക്ക് എയും ആറും കണ്ടുപിടിക്കണം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ടേം എ എന്താണ്? 4 ആണ്. നമ്മുടെ കോമൺ റേഷ്യോ എന്ന് പറയുന്നത് 2/6 which is equal to 1/2 ആണ്. അപ്പൊ നമുക്ക് ഇനി കൺവേർജൻസ് കണ്ടീഷൻ ചെക്ക് ചെയ്യാം. 1/2 എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണോ അല്ലയോ? അതെ, ലെസ് ദാൻ 1 ആണ്. ഈ ജോമെട്രിക് സീരീസ് കൺവേർജ് ചെയ്യുന്നു നമുക്ക് മനസ്സിലായി. അപ്പൊ ഇനി നമ്മുടെ ജോമെട്രിക് സമ്മിന്റെ ഫോർമുല s is equal to a/1 - r. ആ ഫോർമുലയിലോട്ട് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ്? 4/1 - 1/2. അപ്പം നമ്മുടെ ഫൈനൽ ആൻസർ നമുക്ക് കിട്ടും 8. അപ്പം അത്രേ ഉള്ളൂ ആ ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് മൂവ് ചെയ്യാം. പി സീരീസ്. അപ്പം പി സീരീസ് എന്ന് പറയുമ്പോൾ ഒരു ഇൻഫിനൈറ്റ് സീരീസ് ആണ്. അപ്പൊ ഇതാണ് അതിന്റെ ഫോം. ഓക്കെ, സമ്മേഷൻ ഇസ് ഈക്വൽ ടു 1 to infinity 1/n to the power p. ഇവിടെ p എന്ന് പറയുന്നത് എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പൊ കൺവേർജൻസ് റൂൾ ഇവിടുത്തെ കൺവേർജൻസ് റൂൾ എന്ന് പറയുന്നത് ഇഫ് p is greater than 1 അപ്പം സീരീസ് കൺവേർജ് ആവും. ഇഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ ഡൈവേർജന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഡിറ്റർമൈൻ ദി കൺവെർജൻസ് ഓഫ് ദ സീരീസ് സമ്മേഷൻ n is equal to 1 to infinite 1/n to the power 4. അപ്പൊ ഇവിടെ നമ്മൾ ആ ഒരു സീരീസ് ടൈപ്പ്, അപ്പം ഇതിന് ഒരു പി സീരീസിന്റെ ഫോമിലാണ് കിടക്കുന്നത്. പി സീരീസിന്റെ ഫോം എന്നാ? 1/n to the power p. ഓക്കെ, ആൻഡ് p is always greater than 0 അല്ലെ? അപ്പം അത് വെച്ചിട്ട് നമ്മൾ ഇവിടെ അപ്പൊ നമ്മുടെ പി എന്താണ്? 4 ആണ്. അപ്പൊ നമ്മുടെ കൺവേർജൻസ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ പി ഇസ് ഗ്രേറ്റർ ദാൻ 1. അപ്പം എന്താണ്? സീരീസ് കൺവേർജ് ആവും. അപ്പം അത്രേ ഉള്ളൂ പി സീരീസിന്റെ. അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ചെക്ക് വെദർ ദ ഫോളോയിങ് സീരീസ് ഇസ് കൺവേർജസ് ഓർ ഡൈവേർജസ്. അപ്പം ഇവിടെ നമ്മുടെ പി എന്ന് പറയുന്നത് 0.2 ആണ്. അപ്പം കൺവേർജൻസ് റൂൾ അനുസരിച്ച് ഇത് 1-നേക്കാളും കുറവാണ്. അപ്പം ഈ സീരീസ് ഡൈവേർജന്റ് ആണ്. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ ആ ഒരു പിന്റെ ആ ഒരു ടൈപ്പ് ഓഫ് ടെസ്റ്റ്. ഭയങ്കര ഈസി അല്ലേ? അപ്പൊ ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. കമ്പാരിസൺ ടെസ്റ്റ്. ഡയറക്റ്റ് കമ്പാരിസൺ ഉണ്ട്, ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഉണ്ട്. അപ്പം നമുക്ക് ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റ് നോക്കാം. അപ്പം ഈ ടെസ്റ്റിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഡയറക്റ്റ്ലി ആ ടേംസ് അല്ലെങ്കിൽ ആ സീരീസിൻ ടേംസ് കമ്പയർ ചെയ്ത് കൺവേർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ നമുക്ക് അറിയാൻ പറ്റും. അപ്പം ലെറ്റ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു an ലെസ് ദാൻ ഓർ ഈക്വൽ ടു bn ആണെങ്കിൽ ഇഫ് bn എന്ന് പറയുന്ന സീരീസ് കൺവേർജ് ചെയ്യുവാണെങ്കിൽ an കൺവേർജ് ആണ്. കാരണം രണ്ടും എന്താണ്ട് സിമിലർ ആയിട്ടുള്ള സീരീസ് ആണ്. ഇഫ് an ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു bn ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ bn ഡൈവേർജ് ചെയ്യും. അപ്പം an ഡൈവേർജ് ചെയ്യും. അപ്പം ഇതിന്റെ ആ ഒരു ആ ഒരു ഒരു അണ്ടർസ്റ്റാൻഡിങ് അല്ല, അതിന്റെ ഒരു ടോപ്പിക്കിന്റെ ഇത് രീതി എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ സ്മോളർ സീരീസ് ഒരു കൺവേർജന്റ് എന്ന് വെച്ചാൽ രണ്ട് സിമിലർ സീരീസ്, അത് ഒരെണ്ണം കൺവേർജ് ചെയ്യുവാണെങ്കിൽ മറ്റേ സിമിലർ ആയതുകൊണ്ട് ആ സീരീസും കൺവേർജ് ആവുന്നു. ഇപ്പം ഒരു സീരീസ് വേറെ രണ്ട് സീരീസ് അത് ഡൈവേർജ് ആവുകയാണെങ്കിൽ മറ്റേ സീരീസും ഡൈവേർജന്റ് ആവുന്നു. പിന്നെ നമുക്ക് നമ്മുടെ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് നോക്കാം. അപ്പൊ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ആ ഒരു ഡയറക്റ്റ് ടേം ബൈ ടേം കമ്പാരിസൺ ഡിഫിക്കൽട്ട് ആകുമ്പോഴാണ് നമ്മൾ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ an is greater than 0 and bn is greater than 0 ആണെങ്കിൽ ലിമിറ്റ് n to infinity an by bn is equal to l, where 0 less than l less than infinite ആണെങ്കിൽ then summation an and summation bn ഒന്നെങ്കിൽ കൺവേർജ് ചെയ്യും അല്ലെങ്കിൽ ഡൈവേർജ് ചെയ്യും.
അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിൽ നോക്കാം. ടെസ്റ്റ് ദി കൺവേർജൻസ് ഓഫ് സമ്മേഷൻ n is equal to 1 to infinite 1 by n square plus 1. അപ്പം നമ്മുടെ ഇവിടുത്തെ നമുക്ക് പി സീരീസിൽ പി സീരീസിലാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ ഒബ്സർവേഷൻ വെച്ച് ഇതാണ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഇതാണ് പി സീരീസിന്റെ ആ ഒരു ഫോർമാറ്റ്. ഇവിടെ പി എന്താണ് 2 ആണ് എന്ന് പറയുമ്പോൾ എന്താ 1നേക്കാളും വലുതാണ്. അപ്പൊ അതിന്റെ അർത്ഥം തന്നെ അത് കൺവേർജന്റ്. അപ്പം ആ ഒരു നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഇക്വേഷൻ വെച്ച് നോക്കുവാണെങ്കിൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 by n square plus 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 by n square. അപ്പം ലാർജർ സീരീസ് ആയതുകൊണ്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പം ഈ 1 by n square plus 1 കൺവേർട്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് അടുത്ത ലിമിറ്റ് കമ്പാരിസൺ വെച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ടെസ്റ്റ് ദി കൺവേർജൻസ് ഓഫ് സമ്മേഷൻ n is equal to 1 to infinite n by n cube plus 1. അപ്പം ഇതിന്റെ സൊല്യൂഷൻ നമുക്ക് നോക്കാം. bn is equal to 1 by n square ആ. ഈ 1 by n square എങ്ങനെ വന്നതെന്ന് ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ ഇവിടെ ഇപ്പം ഇൻഫിനിറ്റ് ഒക്കെ വരുവാണെങ്കിൽ ഒരു സിമിലർ രീതിയിലല്ലേ, അതുകൊണ്ട് n by n ക്യൂബ് എടുത്തു. അപ്പം അത് 1 by n square ആയി. അത്രേ ഉള്ളൂ. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ അതിന്റെ ഒരു ലിമിറ്റ് an by bn ഇട്ട് കൊടുത്ത് നോക്കുക. അപ്പൊ അതെല്ലാം കൊടുത്തു കഴിഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 1 ആണ്. 1 എന്ന് പറയുന്നത് ഇൻഫിനിറ്റിനേക്കാളും കുറവാണ്, എന്നാൽ 0നേക്കാളും ഗ്രേറ്റർ ആണ്. അപ്പം ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് വെച്ചിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം 1 by n square കൺവേർജ് ചെയ്യുന്നു. 1 by n square കൺവേർജ് ചെയ്തുകൊണ്ട് അതിന്റെ അർത്ഥം n by n ക്യൂബ് പ്ലസ് 1 കൺവേർജ് ചെയ്തു. അപ്പൊ അത്രേ ഉള്ളൂ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ്. അടുത്ത നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് കിടക്കാം. റേഷ്യോ ടെസ്റ്റ്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ റേഷ്യോ ടെസ്റ്റ് ഈ സീരീസിൽ ഇപ്പം ഈ ഫാക്ടോറിയൽസും എക്സ്പോണൻഷ്യലും അല്ലെങ്കിൽ n ഇച്ചിരി കൂടിയ ടൈപ്പ് പവേഴ്സ് ഒക്കെ കയറുമ്പോഴാണ് നമ്മൾ ഈ റേഷ്യോ ടെസ്റ്റ് മെയിൻലി ഉപയോഗിക്കുന്നത്. അപ്പം ഇവിടെ ഒരു സീരീസ് സമ്മേഷൻ an എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ലിമിറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി an plus 1 by an. ഇതാണ് ഇക്വേഷൻ. അപ്പം ഇവിടെ ഇഫ് ദ l is ലെസ് ദാൻ 1 അത് കൺവേർജ് ചെയ്യും. ഇഫ് l ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അത് ഡൈവേർജ് ചെയ്യും. ഇഫ് l ഈക്വൽ ടു 1 ആണെങ്കിൽ അത് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ അങ്ങനത്തെ ഇൻ കേസ് ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ടെസ്റ്റ് ഇസ് ഇൻകൺക്ലൂസീവ് എന്ന് നമ്മൾ എഴുതി വെച്ചാൽ മതി, മാർക്ക് കിട്ടും. അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ടെസ്റ്റ് ദി കൺവേർജൻസ് ഓഫ് സമ്മേഷൻ n is equal to 1 to infinity n by 3 to the power n. അപ്പം ഇവിടെ an is equal to n by 3 to the power n ആണ്. അപ്പൊ നമ്മൾ റേഷ്യോ ടെസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ a to the power n plus 1 by an എന്നിട്ട് അതിന്റെ വാല്യൂസ് എല്ലാം ഇട്ട് കൊടുത്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത് കിട്ടും. ആൻഡ് നമ്മൾ ലിമിറ്റ് ഇട്ട് കഴിയുമ്പോൾ n to infinity ആ ലിമിറ്റ് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ആൻസർ 1 by 3 എന്ന് കിട്ടുന്നു. അപ്പൊ നമ്മൾ ഇവിടെ നോക്കേണ്ടത് 1 by 3 ലെസ് ദാൻ 1 ആണോ? അതെ. അപ്പം നമ്മുടെ ഇത് സീരീസ് ഈ ടെസ്റ്റ് അനുസരിച്ച് റേഷ്യോ ടെസ്റ്റ് അനുസരിച്ച് ഇത് കൺവേർജസ് ആണ്. അപ്പൊ ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. സമ്മേഷൻ n is equal to 1 to infinity n exclamation mark by 4 to the power n. അപ്പം ഇവിടെ an is equal to n naught by 4 to the power n. അപ്പൊ നമ്മുടെ റേഷ്യോ ടെസ്റ്റ് അനുസരിച്ച് an plus 1 by an ആണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ആൻഡ് നമുക്ക് n plus 1 by 4 കിട്ടും സിംപ്ലിഫിക്കേഷൻ എല്ലാം ചെയ്ത് കഴിയുമ്പോൾ. ഇനി നമ്മൾ ആ ലിമിറ്റ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇൻഫിനിറ്റി കിട്ടും. അപ്പൊ l എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണ്. therefore in this case it diverges. അപ്പം അത്രേ ഉള്ളൂ റേഷ്യോ ടെസ്റ്റ്. എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ടോപ്പിക്കിലോട്ട് കിടക്കാം. റൂട്ട് ടെസ്റ്റ്. ഇതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ്. അപ്പം ഇതിലെങ്ങനെയാന്ന് വെച്ചാൽ സമ്മേഷൻ n അപ്പം ഇതിന്റെ ലിമിറ്റ് എങ്ങനെയാന്ന് വെച്ചാൽ l is equal to ലിമിറ്റ് n tends to infinity root an. ഓക്കെ. അപ്പം ഇവിടെ if l is less than 1 സീരീസ് കൺവേർജ് ആവും. if l is greater than 1 സീരീസ് ഡൈവേർജ് ആവും. if l is equal to 1 നമ്മൾ എന്താണ് ടെസ്റ്റ് ഇൻകൺക്ലൂസീവ് ആണെന്ന് വെച്ചാൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല അത് ഡൈവേർജന്റ് ആണോ കൺവേർജന്റ് ആണോ. ഓക്കെ. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ടെസ്റ്റ് ദ കൺവേർജൻസ് ഓഫ് സമ്മേഷൻ n is equal to 1 to infinite 2n plus 1 by 3n plus 4 to the power n. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ നമുക്ക് നമ്മുടെ റൂട്ട് ടെസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ആ ലിമിറ്റ് ഇട്ട് കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആൻസർ കിട്ടുമ്പോൾ നമുക്ക് 2/3 എന്ന് കിട്ടും. ഓക്കെ. സോ 2/3 എന്ന് പറയുന്നത് എന്നാ ലെസ് ദാൻ 1 ആണ്. therefore എന്താ l ലെസ് ദാൻ 1 ആവുമ്പോൾ എന്താണ് ആവുന്നത് ആ സീരീസ് കൺവേർജ് ചെയ്യും. അപ്പം നമ്മുടെ ആൻസർ കൺവേർജന്റ് ആണ് എന്നാണ്. ഓക്കെ. സോ മൂവിങ് ഓൺ ടു സെക്കൻഡ് ക്വസ്റ്റ്യൻ. നമുക്ക് സമ്മേഷൻ n is equal to 1 to infinite 5n by n plus 2 to the power n ആണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് ഇതിനെ റൂട്ട് ടെസ്റ്റ് വെച്ച് ചെയ്യുമ്പോൾ an is equal to 5n by n plus 2 the whole power n. ഓക്കെ. അപ്പൊ റൂട്ട് ടെസ്റ്റ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ലിമിറ്റ് ആ ഇക്വേഷനോട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത് കിട്ടും. അത് കഴിഞ്ഞിട്ട് അതിനെ വീണ്ടും സിംപ്ലിഫൈ എല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 5 എന്ന് കിട്ടും. അപ്പൊ 5 എന്ന് പറയുന്നത് എന്നാ 1നേക്കാളും ഗ്രേറ്റർ ആണ്. ഓക്കെ. അതുകൊണ്ട് എന്നാ അത് ഡൈവർജന്റ് ആണ്. അത്രേ ഉള്ളൂ റൂട്ട് ടെസ്റ്റ്. ഓക്കെ.
അപ്പം ആ ഒരു ഇക്വേഷൻസും ആ ഒരു കണ്ടീഷൻസും ഓർത്ത് വെച്ചാൽ മതി. ഓരോ ഇക്വേഷനും അതിൻ്റെതായിട്ടുള്ള കുഞ്ഞു മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അത് നല്ല വൃത്തിക്ക് പഠിക്കുകയാണെങ്കിൽ ഈസിലി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണിത്. ഓക്കെ, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ഒന്നുമില്ല. കാൽക്കുലേഷൻ ഉള്ളതാണെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ കാൽക്കുലേറ്ററിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് 8 നോക്കാം, ഓൾട്ടർനേറ്റിംഗ് സീരീസ്. ഓക്കെ, അപ്പം ഇതിൽ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളുടെ സമ്മേഷൻ n is equal to 1 to infinity minus 1 to the power n minus 1 bn, അല്ലെങ്കിൽ സമ്മേഷൻ n is equal to 1 to infinity minus 1 to the power n bn. ഓക്കെ, അപ്പൊ ഇവിടെ ബി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് ഫോർ ഓൾ n. അപ്പം ഇതിൻ്റെത് എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. ഒരു സെറ്റ് ഓഫ് സീരീസ് കൺവേർജന്റ് ആവണമെങ്കിൽ ഇതാണ് നമ്മളുടെ കണ്ടീഷൻ. ഓക്കെ, അപ്പം ഇത് പഠിച്ചാൽ മതി. ആൻഡ് ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സെറ്റ് ഓഫ് സീരീസ് കൺവേർജന്റ് ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. ഡിറ്റർമൈൻ വെദർ ദ സീരീസ് സമ്മേഷൻ n is equal to 1 to infinite minus 1 n plus 1 summation n is equal to 1 to infinite minus 1 to the power n plus 1 1 by n കൺവേർജന്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ബി എൻ ഇസ് ഈക്വൽ ടു 1 by n എഴുതാം. അപ്പം ഇത് ബി n plus 1 എന്ന് പറയുന്നത് 1 by n plus 1 എന്നോ വിച്ച് ഇസ് ലെസ് ദാൻ 1 by n വേണം നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ഇപ്പം n 1 ആണെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം 1 by 1 plus 1 എന്ന 2, അപ്പൊ 1 by 2 ലെസ് ദാൻ 1, അത് ട്രൂ അല്ലേ? അപ്പം അത് ഡിക്രീസ് ആയിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ ലിമിറ്റ് ചെക്ക് ചെയ്യുന്നു. അപ്പം ലിമിറ്റ് n ടു ഇൻഫിനിറ്റി ആണെങ്കിൽ എന്താ, അത് 0 ആവുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ഈ സീരീസ് കൺവേർജ് ചെയ്യുന്നു. ഇനി അതിന്റെ അബ്സല്യൂട്ട് കൺവേർജൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സമ്മേഷൻ മൈനസ് 1 to the power n plus 1 1 by n അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ എടുക്കുന്നു വിച്ച് ഇസ് ഈക്വൽ ടു സമ്മേഷൻ 1 by n എന്ന് പറയുമ്പോൾ ഹാർമോണിക് സീരീസ്. അത് വെച്ചിട്ട് ഇത് ഡൈവേർജസ് എന്നാണ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം therefore the series is conditionally convergent. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടെസ്റ്റ് ദ കൺവെർജൻസ് ഓഫ് സമ്മേഷൻ n is equal to 1 to infinite minus 1 to the power n into n by n plus 1. ഈ ക്വസ്റ്റ്യൻ നമ്മുടെ ബി എൻ എന്താണ്, n by n plus 1 എടുക്കാം. അപ്പൊ നമ്മളുടെ ഡിക്രീസിംഗ് ആണെന്ന് ആദ്യം നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പം ബി n plus 1 എന്ന് കൊടുക്കുമ്പോൾ n plus 1 by n plus 2 എന്നാവും. അതെന്ന് പറയുമ്പോൾ ബി എന്റെ വാല്യൂവിനേക്കാളും എപ്പോഴും ഗ്രേറ്റർ ആയിരിക്കുമോ? അത് നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പം n ഇപ്പൊ 1 നമ്മൾ കൊടുക്കും. അപ്പൊ 1 plus 1 2, 2 by 3, 2 by 3 ആണോ ഗ്രേറ്റർ, 1 by 2 ആണോ ഗ്രേറ്റർ? ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് നമ്മുടെ കണ്ടീഷൻ ഫോൾസ് ആയി പോകുന്നു. പിന്നെ ബി എൻ ഇസ് ഈക്വൽ ടു 1 ആ വരുന്നത്, 0 അല്ല. അപ്പൊ നമ്മുടെ രണ്ട് കണ്ടീഷൻസും ഫെയിൽ ആയി പോകുന്നതുകൊണ്ട് എന്താണ്, സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. therefore കൺവെർജൻസിന് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, therefore it diverges. അപ്പൊ ഈ നമ്മളുടെ അടുത്ത ടോപ്പിക് 9 അബ്സല്യൂട്ട് ആൻഡ് കണ്ടീഷണൽ കൺവെർജൻസ്. അപ്പം ഈ സീരീസ് അനാലിസിസിലാണെങ്കിൽ കൺവെർജൻസിനെ അബ്സല്യൂട്ടും അല്ലെങ്കിൽ കണ്ടീഷണൽ ആയിട്ടും നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ അബ്സല്യൂട്ട് കൺവെർജൻസിൽ എങ്ങനെയാന്ന് വെച്ചാൽ ആ ഒരു സെറ്റ് ഓഫ് സീരീസിന് ആ ഒരു കറക്റ്റ് വാല്യൂസ് ആയിരിക്കും, അത് കറക്റ്റ് ആയിട്ട് കൺവെർജന്റ് ആയിരിക്കും. അപ്പം അതേ സമയത്ത് കണ്ടീഷണൽ കൺവെർജൻസ് ആണെങ്കിൽ നമ്മളുടെ ആ ഒരു സീരീസിൽ സമ്മേഷൻ എ എന്ന് എടുക്കുമ്പോൾ കൺവെർജന്റ് ആണെങ്കിൽ അബ്സല്യൂട്ട് മോഡുലസ് എ ന്റെ എടുക്കുമ്പോൾ ഡൈവേർജസ് ആയിരിക്കും. അപ്പം നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സമ്മേഷൻ ഇസ് ഈക്വൽ ടു 1 to infinite minus 1 to the power n plus 1 1 by n. അത് കൺവേർജസ് കണ്ടീഷണലി ആണ്. അപ്പൊ ഓരോ ഇതനുസരിച്ചിരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ടെസ്റ്റ് വെദർ ദ സീരീസ് ഇതാണ്. അപ്പം ഇത് അബ്സല്യൂട്ട്ലി ആണോ കണ്ടീഷണലി ആണോ കൺവേർജന്റ്. അപ്പം എ ഇസ് ഈക്വൽ ടു -1 to the power n by root n ആണെന്ന് വിചാരിച്ചു. അപ്പം സമ്മേഷൻ എ n ഇസ് ഈക്വൽ ടു സമ്മേഷൻ 1 by root n എന്ന് വരും. അപ്പം ഇതെന്ന് പറയുന്ന ഒരു പി സീരീസ്. ഈ റൂട്ട് n എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു n to the power 1 by 2. ഓക്കെ, അപ്പൊ 1 by 2 എന്ന് പറയുന്നത് 0.5. സോ നമുക്ക് ഈ ഇക്വേഷനെ വേണമെങ്കിൽ റീറൈറ്റ് ചെയ്ത് 1 by n to the power 0.5 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പം അതെന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണോ? അതെ. അപ്പം എന്താ, ഡൈവേർജസ്. അപ്പം ഇനി നമ്മുടെ കണ്ടീഷണൽ കൺവേർജൻസ് ആണെന്ന് നമുക്ക് നോക്കാം. ബി എൻ ഇസ് ഈക്വൽ ടു 1 by root n. അപ്പം 1 by root n ആണോ 1 by root n plus 1 ആണോ ചെറുതെന്ന് നോക്കാം. അപ്പം അത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത് നമ്മുടെ ലിമിറ്റിന്റെ ഇത് കൊടുത്ത് നോക്കുമ്പോൾ 1 by infinity എന്താണ്, 0. അപ്പൊ നമ്മുടെ ലിമിറ്റിന്റെ സെക്കൻഡ് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അത്രേ ഉള്ളൂ ഇത്. അപ്പം നമ്മളുടേത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം കണ്ടീഷണലി കൺവേർജന്റ് ആണെന്ന്. അപ്പൊ ഇനി നമുക്ക് സെക്കൻഡ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ടെസ്റ്റ് വെദർ ദ സീരീസ് സമ്മേഷൻ ഇസ് ഈക്വൽ ടു 1 to infinite minus 3 to the power n by 2n to the power 2 to the power n into n നോട്ട്. അത് അബ്സല്യൂട്ട്ലി ആണോ കണ്ടീഷണലി ആണോ കൺവേർജന്റ്. അപ്പം അബ്സല്യൂട്ട് കൺവേർജൻസിന്റെ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മോഡുലസ് എ എടുക്കണം. എന്ന് പറയുമ്പോൾ
3n/2n ടു ദ പവർ n ഇൻറ്റു n എക്സ്ക്ലമേഷൻ. അതെന്ന് പറയുമ്പോൾ ഈ നെഗറ്റീവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കട്ടായി പോകും. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ എടുത്തു കഴിയുമ്പം നമുക്ക് നമ്മളുടെ ആൻസർ ഇങ്ങനെ വന്നു. ഓക്കെ, സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ എന്നിട്ട് നമ്മൾ ഇതിൽ റേഷ്യോ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോകും. അപ്പൊ റേഷ്യോ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് കിട്ടും. അപ്പൊ റേഷ്യോ എന്ന് പറഞ്ഞാൽ <1 ആയ സ്ഥിതിക്ക് സീരീസ് അബ്സല്യൂട്ട്ലി കൺവേർജസ് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പൊ therefore this series is absolutely convergent. അപ്പം അത്രേ ഉള്ളൂ നമ്മളുടെ S1ന്റെ മൊഡ്യൂൾ 4. അപ്പം നമുക്ക് അധികം കോംപ്ലിക്കേറ്റഡ് അല്ല, കുറച്ച് സെറ്റ് ഓഫ് ഇക്വേഷൻസ് ഉണ്ട് ആൻഡ് അതിന്റെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ട് ആൻഡ് അത് വെച്ച് നമുക്ക് ഈസിലി സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതെന്തായാലും പ്രാക്ടീസ് ചെയ്യണം. പിന്നെ കാൽക്കുലേറ്ററും ഇതിൽ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. അപ്പം അത്രേ ഉള്ളൂ നമ്മുടെ S1ന്റെ മൊഡ്യൂൾ 4. അപ്പൊ താങ്ക് യു.